السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ ഏറെ ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നായ സൂറത്തു ഹൂദ് മുഴുവനായും അതിൻ്റെ ആശയസഹിതം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫാണ്. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു ശ്രദ്ധേയമായ അധ്യായമാണ് 12-ാം അധ്യായമായ സൂറത്തു യൂസുഫ്. ഈ അധ്യായം മക്കയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ അധ്യായം മക്കയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 111 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. 111 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായമായ സൂറത്തു യൂസുഫാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം പഠിക്കുവാനും അതിൽ വിവരിക്കപ്പെട്ട ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സൂറത്തിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ മഹാനായ പ്രവാചകൻ്റെ പേരു നൽകപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ അധ്യായത്തിലുടനീളം വിശദീകരിക്കുന്നത് മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഈ പേര് ഈ അധ്യായത്തിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നത്, ഇത്തബഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ റാക്കിബുൻ ഫവളഅതു യദി അലാ ഖദമി ഫഖുൽതു അഖ്രിഇനി സൂറത ഹൂദിൻ ഔ സൂറത യൂസുഫ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ഒട്ടകപ്പുറത്തായിരിക്കെ ഞാൻ പ്രവാചകൻ്റെ കൂടെ തന്നെ നടന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ആവശ്യപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് നിങ്ങൾ ഒന്നെങ്കിൽ സൂറത്തു ഹൂദ് അല്ലെങ്കിൽ സൂറത്തു യൂസുഫ് നിങ്ങളെനിക്ക് ഓതിത്തരണം
എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇവിടെ സൂറത്തു യൂസുഫ് എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്. സൂറത്തു ഹൂദിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്തു ഹൂദിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വിശദീകരിക്കാതെ പോയിട്ടുള്ള പ്രവാചകനാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഏകദേശം 100ഓളം ആയത്തുകളിൽ ഈ അദ്ധ്യായത്തിൽ വിശദീകരിക്കുന്നു. 100ഓളം ആയത്തുകളിൽ. അപ്പം അതുകൊണ്ട് തന്നെ ചരിത്ര പഠനത്തിലും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിൻ്റെയും വലിയ ഗൗരവവും പ്രാധാന്യവും സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ സൂറത്ത് ഹൂദ് അല്ലെങ്കിൽ സൂറത്ത് യൂസുഫ് നിങ്ങൾ ഓതിത്തരണം എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇഖ്റ അലൈനാ, നിങ്ങൾ ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തരണം. ഫഖറഅതു അലൈഹിം സൂറത യൂസുഫ്, ഞാൻ അവർക്ക് സൂറത്ത് യൂസുഫാണ് ഓതിക്കൊടുത്തത്. അപ്പോൾ അധ്യായങ്ങളിൽ വെച്ച് സൂറത്തു യൂസുഫിൻ്റെ പ്രാധാന്യം സ്വഹാബികൾക്കറിയാമായിരുന്നു എന്ന് മാത്രമല്ല, സൂറത്തു യൂസുഫ് എന്നവർ ഇതിന് ഈ അധ്യായത്തിന് പേര് നൽകുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഈ ഒരു അധ്യായമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരിൽ മഹാനായ പ്രവാചകനാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്നത് അൽ കരീം, മാന്യനായ ഒരു പ്രവാചകൻ, മാന്യനായ ഒരു വ്യക്തിത്വം. ഇബ്നുൽ കരീം, അതേപോലെ മാന്യതയുള്ള ഒരു ഉപ്പയുടെ മകനാണ്. ആ ഉപ്പയാകട്ടെ ഇബ്നുൽ കരീം, അതേപോലെ മാന്യനായ മറ്റൊരു പ്രവാചകൻ്റെ മകനാണ്. ആ ഉപ്പയാകട്ടെ ഇബ്നുൽ കരീം, അതേപോലെ കരീമായ ഒരു ഉപ്പയുടെ മോനാണ്. അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അൽ കരീമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും അൽ കരീമാണ്. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും അൽ കരീമാണ്. ആ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രിയപ്പെട്ട മകനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹവും അൽ കരീമാണ്. ഇമാം ബുഖാരിയിലെ ഹദീസാണ്, സ്വഹീഹിൽ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലെ ഹദീസാണ്. ഇമാം ബുഖാരിയിൽ തന്നെ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അക്റം, മനുഷ്യരിൽ ഏറ്റവും മാന്യനായ വ്യക്തിയാരാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ വ്യക്തിത്വമാരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമായ മൊത്തത്തിലുള്ളൊരു മറുപടി പറഞ്ഞു. എന്താണ്? അക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യൻ, ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളാണ്. സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞതുപോലെ, ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അപ്പോൾ അവർ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ ഈ ഒരു അർത്ഥത്തിലല്ല ചോദിക്കുന്നത്, മറിച്ചു മനുഷ്യരിൽ ഏറ്റവും മാന്യനാരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ അക്റമുൻ നാസ് യൂസുഫു നബിയുല്ലാഹ്, മനുഷ്യരിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിൻ്റെ നബിയായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെയുള്ള മാന്യനായ അതുല്യനായ ഒരു മഹാപ്രവാചകൻ്റെ
ചരിത്രം വിശദീകരിക്കുന്ന ഗംഭീരമായ അദ്ധ്യായമാണ് അൽഹംദുലില്ലാഹ് സൂറത്തു യൂസുഫ്. ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകത, ഒരു പ്രവാചകൻ്റെ ചരിത്രവും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിച്ചതുപോലെ ഖുർആനിൽ കാണാൻ കഴിയില്ല. ഒരധ്യായത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായ വിശദീകരണമാണ്. തത്തുല്യമായ ഒരു ശൈലി വേറെ ഒരു അധ്യായത്തിലും കാണാൻ കഴിയില്ല. മാത്രമല്ല, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ഈ അധ്യായത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു സ്ഥലത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പറയുന്നുണ്ട് എന്നല്ലാതെ ഒരു ചരിത്രമായി പറയുന്നത് സൂറത്തു യൂസുഫിൽ മാത്രമാണ്. ആദ്യത്തെ 2-3 ആയത്തുകളും അവസാനത്തിലെ ചില ആയത്തുകളും ഒഴിച്ചാൽ ബാക്കി മുഴുവൻ ഏകദേശം 100ഓളം ആയത്തുകളിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയ കഥ അത് സൂറത്തു യൂസുഫാണ്. സൂറത്തു യൂസുഫിലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥയാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ചരിത്ര വിശദീകരണം എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ചില ഹദീസുകൾ ഉണ്ടെങ്കിലും അതൊന്നും സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അതിന് ഇന്ന പ്രതിഫലം, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അതിന് ഇന്ന പ്രതിഫലം, ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഇന്ന പ്രതിഫലം, സൂറത്തുൽ ബഖറക്ക് ഇന്ന പ്രതിഫലം എന്ന് പറയുന്നത് പോലെ സൂറത്ത് യൂസുഫിന് ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിലോ സമയങ്ങളിലോ സന്ദർഭങ്ങളിലോ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകളൊന്നും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതിൽ വന്ന ചില ഹദീസുകൾ ദുർബലവുമാണ്. അതേ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് യൂസുഫിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് സ്വഹാബികൾ അതിന് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് യൂസുഫ് ഓതിക്കൊടുക്കാൻ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞങ്ങൾക്ക് ഖുർആൻ ഓതിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ചാപ്റ്റർ പ്രത്യേകം ഓതിക്കൊടുക്കാനുള്ള കാരണം അതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഫജ്ർ നമസ്കാരത്തിൽ അധികവും സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഫുറാസത്ത് ബിൻ ഉമൈർ അൽ ഹനഫി എന്ന് പറയുന്ന താബിഈ അദ്ദേഹം പറയുകയാണ്, മാ അഖദ്തു സൂറത യൂസുഫ് ഇല്ലാ മിൻ ഖിറാഅത്തി ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇയ്യാഹാ ഫി സുബ്ഹി മിൻ കസ്റതി മാ കാന യുറദ്ദിദുഹാ ലനാ. ഈ താബിഈ പറയുകയാണ്, ഞാൻ സൂറത്ത് യൂസുഫ് കാണാതെ പഠിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ വെച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അങ്ങനെ കേട്ട് പഠിച്ചതാണ്. അപ്പോൾ അത്രമാത്രം സൂറത്ത് യൂസുഫ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്തിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നും ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഗൗരവം കൊണ്ടുള്ള പ്രാധാന്യം അൽഹംദുലില്ലാഹ് സൂറത്ത് യൂസുഫിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സൂറത്ത് യൂസുഫിൻ്റെ അവതരണ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ 2 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതിൽ ഒന്ന്, ഏറ്റവും ശുഭകരമായ പര്യവസാനം തഖ്വയുള്ള ക്ഷമാലുക്കളായ വിശ്വാസികളായ ഇഖ്ലാസുള്ള ആളുകൾക്കായിരിക്കും ജീവിതത്തിൽ എത്ര കടുത്ത പരീക്ഷണങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും വിജയിക്കുന്നത് വിശ്വാസികളായിരിക്കുമെന്ന വലിയ പാഠം മാനവ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നതാണ് സൂറത്ത് യൂസുഫിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത് സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും നൽകുക എന്ന ലക്ഷ്യവും ഈ അദ്ധ്യായത്തിൻ്റെ അവതരണത്തിൽ ഉണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാം സൂറത്തു യൂസുഫ് അവതരിപ്പിക്കപ്പെടാനുണ്ടായ പശ്ചാത്തലം എന്താണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിൽ 4 അഭിപ്രായങ്ങൾ പറയാം. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാം. അതിൽ ഒന്നാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്നത് സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, മറിച്ച് വേറെ ഏതൊരു അധ്യായവും അവതരിപ്പിക്കപ്പെട്ടതുപോലെ അത് അവതരിപ്പിക്കപ്പെട്ടതാണ്, അതല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു കാരണമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതാണ് ഒരഭിപ്രായം, പ്രത്യേകിച്ച് അതിനൊരു സബബില്ല. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം അതിന് ചില വജ്ഹുകൾ കാണുന്നുണ്ട്. എന്താണ് രണ്ടാമത്തെ അഭിപ്രായം? യഹൂദന്മാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബിയോട് ഒരു പ്രവാചകനെക്കുറിച്ച് ചോദിക്കണം. അദ്ദേഹം ചെറുപ്പത്തിൽ ഇതേപോലെ നാട് കടത്തപ്പെട്ടു, ജനിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു, പിന്നീട് രാജകൊട്ടാരത്തിലെത്തി, അവിടെ നിന്ന് വലിയ സ്ഥാനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുക. എന്നിട്ട് അതിന് കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുകയാണെങ്കിൽ അതൊരു പ്രവാചകന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പ്രവാചകൻ പറയുകയാണെങ്കിൽ അദ്ദേഹം സത്യപ്രവാചകനാണ്, ശരിയായ പ്രവാചകനാണ്. എന്നാൽ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ശരിയായ പ്രവാചകനല്ല എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മുശ്രിക്കുകളോട് യഹൂദന്മാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പം അതിനെന്താ ഉത്തരം എന്ന് നോക്കിയാൽ അദ്ദേഹം ശരിക്കുള്ള പ്രവാചകനാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടത് എന്ന രണ്ടാമത്തെ ഒരഭിപ്രായമുണ്ട്. മൂന്നാമത്തെ ഒരഭിപ്രായം, സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഞങ്ങൾക്ക് നല്ല ഒരു കഥ പറഞ്ഞു തരൂ. കാരണം കഥ കേൾക്കാൻ മനുഷ്യർക്ക് ഇഷ്ടമാണ്, ചരിത്രം കേൾക്കാൻ മനുഷ്യർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തരണം എന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടത് എന്ന അഭിപ്രായമുണ്ട്. സ്വഹീഹായ ഹദീസുകൾ ഈ അഭിപ്രായത്തിന് പിൻബലം നൽകുന്നു. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നസലൽ ഖുർആനു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതലാ അലൈഹിം സമാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങൾക്ക് വ്യത്യസ്ത സൂറത്തുകളൊക്കെ ഓതിത്തന്നു. അപ്പോൾ ഫഖാലു, സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ലൗ ഖസസ്ത അലൈന, നിങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരൂ. പലപ്പോഴും ആളുകൾ അങ്ങനെ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ പറയും, ഉസ്താദേ, നിങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്നു, മറ്റു വിഷയങ്ങളൊക്കെ എടുക്കുന്നു, ഒരു ചരിത്രം പറഞ്ഞുകൂടെ, നബിയുടെ ചരിത്രം, സ്വഹാബികളുടെ ചരിത്രം. കാരണം മനുഷ്യർക്ക് ചരിത്രം കേൾക്കാൻ, കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെ സംബന്ധിച്ച് എല്ലാം നിങ്ങൾ പറഞ്ഞു തരുന്നു, ഞങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തന്നാലും എന്ന് അവർ പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാ ഒരു നല്ല കഥ താങ്കൾക്ക് നാം വിശദീകരിച്ചു തരുന്നു. മാത്രമല്ല, ചില ഉലമാക്കൾ പറഞ്ഞത്, നളർ ഇബ്നു ഹാരിസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹം അങ്ങാടിയിൽ നിന്ന് നല്ല നല്ല കഥകൾ പറയും. അപ്പോൾ ആളുകൾ പലപ്പോഴും ഈ കഥകളിലേക്കാണ് ചായ്വ് കാണിക്കുന്നത്. പൊതുവേ മനുഷ്യരങ്ങനെയാണ്, അവർക്ക് കഥകളോടും ചരിത്രങ്ങളും സംഭവങ്ങളും പറയുന്നത് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ ഈ വ്യക്തി കഥ പറയും. അപ്പോൾ ആളുകളുടെ മനസ്സ് അങ്ങോട്ട് ചായും. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളും ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരൂ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരുടെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കെട്ടുകഥകളല്ല, മറിച്ച് ഏറ്റവും നല്ല കഥ, ഒട്ടനവധി ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കഥ, മഹത്തായ കഥ,
ഇരുലോകത്തും നിങ്ങൾക്ക് വിജയം നൽകുന്ന ചരിത്രം, ധാരാളക്കണക്കിന് ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന മനോഹരമായ ഒരധ്യായം ഇതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. അങ്ങനെയാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ഈ ഹദീസിൻ്റെ റിവായത്ത് സ്വഹീഹാണ്, സ്വീകാര്യയോഗ്യമാണ്, കവിയാണ്, ഹസനാണ് എന്നൊക്കെ വ്യത്യസ്ത രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദുർബലമാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വീകാര്യയോഗ്യമാണ് ഇത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു കഥ ആവശ്യപ്പെടുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കുന്നു. അതിലേക്കുള്ളൊരു സൂചന ഈ അധ്യായത്തിൽ തന്നെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. ചോദിക്കുന്ന ആളുകൾക്ക് ഇവരുടെ ചരിത്രത്തിൽ ആയാത്തുകളുണ്ട് എന്നാണ്. അപ്പോൾ ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ യഹൂദന്മാരാവാം, അല്ലെങ്കിൽ സ്വഹാബികളാവാം, അല്ലെങ്കിൽ ഇരുലോകത്തിലെയും വിജയത്തെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട് എന്നുമാകാം. രണ്ടാണെങ്കിലും അത്തരമൊരു പശ്ചാത്തലം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കുന്നു. നാലാമത്തെ അഭിപ്രായം, അത് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രബലമായ രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞത്, രണ്ടാമത്തത് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ താങ്ങും തണലുമായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. അതേപോലെ തന്നെ അബൂ ത്വാലിബ് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ഷരാർത്ഥത്തിൽ മക്കയിൽ ഒറ്റപ്പെട്ടു. ശത്രുക്കളുടെ അക്രമങ്ങളും പരിഹാസങ്ങളും മറ്റൊരു ഭാഗത്ത്, എല്ലാ നിലക്കും ഒറ്റപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. നബിയെ സങ്കടപ്പെടണ്ട, ബേജാറാവണ്ട. താങ്കളുടെ നാട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രവാചകനാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. സ്വന്തം കുടുംബത്തിലുള്ള സഹോദരന്മാർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, അദ്ദേഹത്തെ നാടുകടത്തി, പൊട്ടക്കിണറ്റിലിട്ടു. എല്ലാ പരീക്ഷണങ്ങളും ഉണ്ടായി. പക്ഷേ ആ പരീക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ടും അവസാനം രാജകൊട്ടാരത്തിലെ വലിയ സ്ഥാനം വഹിക്കുന്ന ഒരു ഉന്നതമായ ദറജയിലേക്ക് അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നബിയെ, താങ്കൾക്കും വിജയമുണ്ട്, താങ്കൾക്കും ഈ രാജ്യത്തിൻ്റെ ഭരണം ലഭിക്കുന്ന ഒരു സുന്ദരമായ അവസ്ഥയിലേക്ക് അല്ലാഹു താങ്കളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് സങ്കടപ്പെടണ്ട, ഒറ്റപ്പെട്ടു എന്ന് കരുതണ്ട, പരിഹസിക്കപ്പെട്ടു എന്ന് കരുതണ്ട, നാട് കടത്തപ്പെടുമെന്ന വിഷയത്തിൽ ബേജാറാവണ്ട. അല്ലാഹു ഏറ്റവും നല്ലൊരു മടക്കസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു വലിയ ആശ്വാസം നൽകുകയാണ്. അതുകൊണ്ടാണ് പല മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞത്, ജീവിതത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായ തോട്ട്സ് ഉണ്ടാവുന്നുണ്ടോ, നിരാശയുണ്ടാകുന്നുണ്ടോ, സങ്കടമുണ്ടാകുന്നുണ്ടോ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, അകറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, വലിയ പൊട്ടക്കിണറ്റിലേക്ക് വീണുപോയി ഇനി എനിക്ക് കയറാൻ പറ്റില്ല എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടോ, സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തോളൂ. നിങ്ങളിൽ ശുഭപ്രതീക്ഷയുണ്ടാകും, നിങ്ങളിൽ തവക്കുലുണ്ടാകും. സങ്കടങ്ങളും ബേജാറുകളും വിഷമങ്ങളും നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകും. കാരണം അങ്ങനെയുള്ള ഒരു ചരിത്ര വിശദീകരണമാണ് സൂറത്ത് യൂസുഫിലുള്ളത്. പൊട്ടക്കിണറ്റിൽ അകപ്പെട്ട് ഇനിയൊന്നും പ്രതീക്ഷയില്ല എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഒരവസ്ഥയിൽ നിന്ന്, ആ കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലെ ഭരണത്തിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ മുറുകെ പിടിച്ചോളൂ, വിജയിക്കാമെന്നുള്ള വലിയ സന്ദേശം ഈ അധ്യായം നൽകുന്നുണ്ട്. അതുകൊണ്ട് വിഷമഘട്ടങ്ങളിൽ ഈ അധ്യായം പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയും തവക്കുലും ഉണ്ടാകുമെന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മഹത്തായ അധ്യായമാണ് സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിലെ ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തുകളും അള്ളാഹു തൗഫീക്ക് ചെയ്താൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ധാരാളക്കണക്കിന് ഫവായിദുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോയിന്റുകൾ, വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത മേഖലകളിലേക്കുള്ള ഒരുപാട് പോയിന്റുകൾ ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കും. എന്നാൽ ആമുഖമായി തുടക്കത്തിൽ ചില സൂചനകൾ ഞാൻ നൽകുകയാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. അതിലേറ്റവും ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ടാണ്
ഈ അധ്യായം ആരംഭിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം വിശദീകരിക്കുന്നു എന്ന് മാത്രമല്ല, ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ ഉറ്റാലോചിച്ചാൽ തത്തുല്യമായ ഒരു ഗ്രന്ഥം അവർക്ക് കണ്ടെത്തുക സാധ്യമല്ല. തത്തുല്യമായ ഒരു വൈജ്ഞാനിക സ്രോതസ്സ് കണ്ടെത്തുക സാധ്യമല്ല. തത്തുല്യമായ വിജയത്തിൻ്റെ ഒരു മാർഗം കണ്ടെത്തുക സാധ്യമല്ല. പക്ഷേ ബുദ്ധി ഉപയോഗിക്കണം, അന്ധമായ എതിർപ്പല്ല. ലഅല്ലക്കും തഅഖിലൂൻ എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അഖല് കൊടുത്ത് ബുദ്ധി കൊടുത്ത് ഖുർആനിക വചനങ്ങളെ നിങ്ങളൊന്ന് പഠനവിധേയമാക്കിയാൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത നൽകുന്ന കിതാബുൻ മുബീനാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം വിശദീകരിക്കുന്നു ഈ അധ്യായം. രണ്ടാമത്തത്, കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് ഹൂദിൽ ഒരുപാട് പ്രവാചകന്മാരെ വിശദീകരിച്ചിട്ട് പറഞ്ഞല്ലോ, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്. നബിയെ, താങ്കളുടെ ഹൃദയത്തിന് തസ്ബീത്ത് നൽകുന്ന ചരിത്രങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നാം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഥകൾക്ക് പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ തസ്ബീത്തുമായി ബന്ധമുണ്ട്. അത് പറഞ്ഞ് ഉടനെ തന്നെ തൊട്ടടുത്ത അധ്യായം പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ ക്രമം പറയുകയാണെങ്കിൽ 34-ാമതായി അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്ത് ഹൂദ്. 35-ാമതായി അവതരിപ്പിക്കപ്പെട്ടത് സൂറത്ത് യൂസുഫ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ആ ക്രമം പ്രകാരം തന്നെയാണ് സൂറത്ത് ഹൂദ് അവതരിപ്പിക്കപ്പെട്ടു, പിന്നെ സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആ കഥകൾ നിങ്ങളുടെ ഹൃദയത്തിന് തസ്ബീത്ത് നൽകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏറ്റവും അഹ്സനായ ഖസസ്. അവിടെ അഹ്സനായ ഖസസ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്കുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വെറുതെ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയുള്ളൊരു കഥ പറച്ചിലല്ല, ഉണ്ടാക്കി പറയലുമല്ല. മറിച്ച് മഹാനായ ഒരു പ്രവാചകൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ വിശദീകരിക്കുകയാണ്. കാരണം ഒരു ഉമ്മയുടെ മകനായി എല്ലാ വാത്സല്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ബാലൻ, ആ ഉപ്പാൻ്റെ ഏറ്റവും വലിയ സ്നേഹം കിട്ടിയത് ആ മകനാണ്. അവിടെ നിന്ന് പിന്നീട് സഹോദരന്മാരുടെ അസൂയ കാരണത്താൽ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവിടുന്ന് വീണ്ടും എടുക്കപ്പെട്ട് ഒരു രാജകൊട്ടാരത്തിലെ അടിമയെപ്പോലെ അല്ലെങ്കിൽ ഖാദിമിനെ പോലെ അല്ലെങ്കിൽ സേവകനെ പോലെ കഴിയേണ്ടി വരികയാണ്. അതിനുശേഷം പിന്നീട് ആ വീട്ടിലുള്ള ഒരു സ്ത്രീയുടെ തെറ്റായ ചിന്ത കാരണം ഒരുപാട് പരീക്ഷണങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങി ജയിലിൽ കിടക്കേണ്ടി വരികയാണ്. പിന്നീട് ആ ജയിലിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് വീണ്ടും വരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതോടൊപ്പം ഒരു നബി എന്നുള്ള നിലക്ക് തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ജയിലിൽ വെച്ച് പോലും നിർവഹിച്ചുകൊണ്ടുള്ള സംഭവ ബഹുലമായ ഒരു യാഥാർത്ഥ്യപ്രകാരമുള്ള ഒരു ചരിത്രത്തിൻ്റെ വിശദീകരണമാണത്. ആ ചരിത്ര വിശദീകരണം തീരുമ്പോഴേക്ക് ഒരു സമുന്നതനായ ഒരു വ്യക്തി അവിടെ രൂപപ്പെടുന്നതാണ്. സൂറത്ത് യൂസുഫിനെ ഗൗരവത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി സൂറത്ത് യൂസുഫ് പഠിച്ചു കഴിഞ്ഞാൽ എ കംപ്ലീറ്റ് പേഴ്സൺ അല്ലെങ്കിൽ എ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഒരു സമ്പൂർണമായ വ്യക്തിത്വം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നതിന് ഉള്ള എല്ലാ പാഠങ്ങളും ഇതിലുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് എടുക്കുന്ന ആയിരക്കണക്കിന് ക്ലാസ്സുകളേക്കാൾ സൂറത്ത് യൂസുഫ് മതിയാകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. കാരണം ഒരു മനുഷ്യന് നൽകപ്പെടുന്ന പേരുകളിൽ, സിഫത്തുകളിൽ ഏറ്റവും മഹത്വമേറിയതാണ് കരീമാണ്, മാന്യനാണ് എന്ന വാക്ക്. അത് വല്ലാത്തൊരു വാക്കാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വം രൂപീകരിക്കാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തത്, നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് എന്നും വിവരമുള്ള അറിവുള്ള ആളുകൾക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നും എന്നാൽ അറിവില്ലാതെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് അപകടമാണ് എന്നും കൃത്യമായി ഈ അധ്യായം സൂചന നൽകുന്നുണ്ട്, വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ,
അത് സ്വപ്നത്തെ സംബന്ധിച്ചാണ്. ആ സ്വപ്നത്തിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, മകനെ, ഈ സ്വപ്നത്തെക്കുറിച്ച് നിന്റെ സഹോദരങ്ങളോട് നീ പറയരുതേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, അതിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന വലിയ തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. നാലാമത്തത്, ചില അനുഗ്രഹങ്ങളെ ചിലരിൽ നിന്ന് മറച്ചുവെക്കൽ അനുവദനീയമാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുറിച്ച് സംസാരിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ അതെല്ലാവരോടും എല്ലാ സന്ദർഭത്തിലും വേണമെന്നില്ല. അപകടത്തെ ഭയപ്പെടുമ്പോൾ, അസൂയയെ ഭയപ്പെടുമ്പോൾ, കണ്ണേറിനെ ഭയപ്പെടുമ്പോൾ, അതേപോലെയുള്ള സാഹചര്യങ്ങളിൽ അനുഗ്രഹങ്ങളെ മറച്ചുവെക്കാം. അതുകൊണ്ടാണ് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിരിക്കെ തന്നെ ഈ സ്വപ്നത്തെക്കുറിച്ച് നീ നിന്റെ സഹോദരങ്ങളോട് പോലും പറയരുത്, കൂടപ്പിറപ്പുകളോട് പോലും പറയാതെ മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകും. സ്വന്തം കൂടപ്പിറപ്പുകളാണെങ്കിൽ പോലും മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാവാമെന്നതിലേക്ക് വ്യക്തമായ സൂചന ഈ അധ്യായം നൽകുന്നുണ്ട്. അഞ്ചാമത്തത്, മാതാപിതാക്കളുടെ മേന്മയും നന്മയുമാണ് മക്കളുടെ മേന്മയുടെയും നന്മയുടെയും അടിസ്ഥാനം എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയിലും അള്ളാഹു നിലനിർത്തി തന്ന അനുഗ്രഹം നിന്നിലൂടെയും അള്ളാഹു പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതാണ് അൽ കരീം, ഇബ്നുൽ കരീം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. നോക്കൂ നിങ്ങൾ ആ പരമ്പര, ആ നിലക്ക് മാതാപിതാക്കളുടെ നന്മ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഇൻഷാ അള്ളാഹ്. അങ്ങനെയുള്ള നല്ല മാതാപിതാക്കളാണെങ്കിൽ, ആ നിലക്ക് അവർ മക്കളെ വളർത്തുകയാണെങ്കിൽ ആ നന്മ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന വലിയ ഒരു പോയിന്റ് ഈ അധ്യായം നൽകുന്നുണ്ട്. ആറാമത്തത്, സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും ഒരാളുടെ മനസ്സിൽ അസൂയ വന്നാൽ സഹോദരനെ പോലും കൊന്നുകളയാൻ മാത്രം മനുഷ്യനെ, അവൻ്റെ ദേഹേച്ഛയും പിന്നെ അതിനു പുറമെ പിശാചും മനുഷ്യനെ വഴിതെറ്റിച്ച് കളയും. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊന്നുകളയാമെന്ന അഭിപ്രായം സഹോദരങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. എന്നാൽ അതിൽ കുറച്ചുകൂടി കരുണയുള്ള ആൾ പറഞ്ഞു, നമുക്കൊരു കിണറിലിടാം, ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി രക്ഷപ്പെടുത്തിക്കോട്ടെ. പക്ഷേ അങ്ങനൊരു അഭിപ്രായം അവരിലേക്ക് വന്നത് നോക്കൂ നിങ്ങൾ, അത് അസൂയയാണ്. അത്തരം അസൂയയുടെ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയപ്പെട്ടാൽ വലിയ ഷർറ് അതിൽ നിന്നുണ്ടാകും. ആ ഒരു വലിയ പാഠം ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഏഴാമത് നമുക്ക് മനസ്സിലാക്കാവുന്നത്, മക്കളോട് എല്ലാവരോടും തുല്യനീതി കാണിക്കണം എന്നതിൽ സംശയമില്ല. പക്ഷേ ചില മക്കളോട് ഫിത്രത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് കൂടുതൽ സ്നേഹമുണ്ടാകും. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബിയായിരിക്കെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. അതിന് വേറെ ഒരുപാട് കാരണങ്ങളുമുണ്ട്. എന്നാൽ പോലും ചില പണ്ഡിതന്മാർ, ചില ഉലമാക്കൾ പറയുന്നത്, അത് പ്രകടിപ്പിക്കുന്നിടത്ത് രക്ഷിതാക്കൾ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ മക്കൾക്കിടയിൽ പലപ്പോഴും അപകടമുണ്ടാകും. ഉപ്പാക്ക് എന്നോട് ഇഷ്ടമില്ല, ഉപ്പാക്ക് അനുജനോടാണ് ഇഷ്ടം, ഉപ്പാക്ക് പെങ്ങളോടാണ് ഇഷ്ടം, എന്നോട് ഉപ്പ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന തോന്നൽ മക്കൾക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്ന കാര്യം ഇതിൻ്റെ തഫ്സീറുകൾ പറയുന്നിടത്ത് ചില ഉലമാക്കൾ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എട്ടാമത്തെ പോയിന്റ്, എത്ര വലിയ പരീക്ഷണങ്ങളാണെങ്കിലും ഫസബുറുൻ ജമീൽ, ഏറ്റവും ഭംഗിയായി ക്ഷമിക്കുക എന്നുള്ളതാണ്. കാരണം ക്ഷമാലുക്കൾക്കാണ് ശുഭകരമായ പര്യവസാനമുള്ളത്. വബശ്ശിരി സ്വാബിരി എന്നാണ്. ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. ക്ഷമയുടെ ഒരുപാട് പാഠങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. ഇൻഷാ അള്ളാഹ് ഓരോ വചനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഒമ്പതാമത്തത്, വ്യത്യസ്തങ്ങളായ കെട്ടുകഥകളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട്, ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, നമ്മളെ കബളിപ്പിച്ചുകൊണ്ട്, ഒരു വേള നമ്മളുടെ മക്കൾ വരെ നമ്മളെ കബളിപ്പിക്കും. അതുകൊണ്ടാണ് എവിടെ യൂസുഫ് എന്ന് ചോദിച്ചപ്പോൾ ചെന്നായ പിടിച്ചു,
എന്താ തെളിവ്? ഒരാടിനെ അറുത്ത് രക്തം കാണിച്ചു കൊടുത്തു. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ഈ പറയുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. തത്തുല്യമായ ധാരാളം കബളിപ്പിക്കലുകൾ ഉണ്ടാകാം, വഞ്ചനകൾ ഉണ്ടാകാം, ആരോപണങ്ങൾ ഉണ്ടാകാം, പരീക്ഷണങ്ങൾ ഉണ്ടാകാം. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിൽ നാം അഭയം തേടുക, റഹ്മാനായ റബ്ബിൽ ഭരമേൽപ്പിക്കുക, എങ്കിൽ വിജയമുണ്ടാകുമെന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. 10ാമത്തത്, മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ലേ, ലോകം മുഴുവൻ നിന്നെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിചാരിക്കുന്നില്ലെങ്കിൽ, അവർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും നിന്നെ ഉപദ്രവിക്കാൻ അവർക്ക് സാധ്യമല്ല. നിനക്ക് ഉപകാരം ചെയ്യാനും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, അവർ ഉദ്ദേശിച്ചത് എന്താണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അപകടപ്പെടുത്താമെന്നാണ്. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചതോ ആ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹു അവൻ്റെ തീരുമാനത്തിൽ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിനും അതറിയില്ല. റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ് നടപ്പിൽ വരിക. അതുകൊണ്ട് തന്നെ റബ്ബിന് നമ്മുടെ വിഷയത്തിൽ ഒരു പ്ലാൻ ഉണ്ട്. അത് നമ്മുടെ പ്ലാനിനേക്കാൾ അഹ്കമാണ്, ഏറ്റവും അദലാണ്, നീതിപൂർവമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള തീരുമാനം റഹ്മാനായ റബ്ബിനുണ്ട് എന്ന് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഉയർച്ചയെന്ന് പറയുന്നത് മതത്തിലുള്ള വിജ്ഞാനമാണ്. ആ വിജ്ഞാനം അനുസരിച്ച് ഹുക്മ നടത്താനുള്ള സ്ഥാനത്തെത്തുക എന്നതാണ് മറ്റേതൊരു ഭരണാധികാരത്തെക്കാളും ഔന്നിത്യമേറിയത് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു ഇൽമും ഹുക്കുമും നൽകി എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് മതപരമായ വിജ്ഞാനത്തിനാണ് ഏറ്റവും വലിയ ഉയർച്ചയുള്ളത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിച്ചാൽ അവർക്ക് മതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്നിരിക്കുന്നു. അതേപോലെ തന്നെ 12ാമത്തെ പോയിന്റ്, എത്രയൊക്കെ ഓമന പേരിട്ടാലും ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും അന്യപുരുഷൻ തന്നെയാണ് എന്നും അന്യപുരുഷന്റെ അടുത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ സ്ത്രീകളും സ്ത്രീകളുടെ വലിയകളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഫിത്നയുണ്ടാകുമെന്നുമുള്ള വലിയ പാഠം ഈ അധ്യായം നൽകുന്നു. ഈ അധ്യായത്തിലെ മെയിനായ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ ധാർമ്മിക രംഗത്തും ലൈംഗിക രംഗത്തുമുള്ള വിശുദ്ധിയുടെ സംരക്ഷണവും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളുമാണ്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിലേക്ക് മറ്റെവിടെ നിന്നോ വന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഖാദിമാണെന്ന് പറഞ്ഞാലും ആരാണ് എന്ന് പറഞ്ഞാലും അവിടെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതിരുന്നപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ പഠിക്കേണ്ട ഒരു പാഠം നമുക്കറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ദത്തുപുത്രൻ നിന്റെ പുത്രനല്ല. ഒരാളെ ഉമ്മ എന്ന് വെറുതെ വിളിച്ചത് കൊണ്ട് ഉമ്മയാവൂല. നിങ്ങളുടെ ഹൃദയത്തിൽ നെഞ്ചകത്ത് അല്ലാഹു 2 ഹൃദയം വെച്ചിട്ടില്ല. സിസ്റ്ററാണ്, കസിൻ സിസ്റ്ററാണെന്ന് പേരിട്ട സിസ്റ്റർ ആവൂല. കസിൻ സിസ്റ്റർ തന്നെയാണ്, അവർ മഹ്റമുകളല്ല. അതുകൊണ്ട് ചില പേരുകൾ, ചില സ്ഥാനങ്ങൾ നമ്മൾ കൽപ്പിച്ച് നൽകുന്നത് അങ്ങനെ നൽകിയത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫിത്നയുണ്ടാകുമെന്ന വലിയ പാഠം ഈ അധ്യായം നൽകുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഇഖ്ലാസുള്ള ധർമ്മനിഷ്ഠയുള്ള ഏതൊരു വ്യക്തിയും ആത്മാർത്ഥമായി തിന്മ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തും. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ആ ഹറാമിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ നൽകി എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ദർസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ മറ്റു ഫവായിദുകൾ പറഞ്ഞതിന് ശേഷം ഈ അധ്യായത്തെക്കുറിച്ച് ഒരു മുൻധാരണ അള്ളാഹു നൽകിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ലഖദ് കാന
ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇതിലുള്ള ചില ഇബറത്തുകൾ തുടക്കത്തിൽ പറഞ്ഞ് പിന്നീട് വിശദീകരണത്തിൽ പോകാമെന്ന് നാം ഉദ്ദേശിച്ചത്. കാരണം ഈ അധ്യായത്തെ സംബന്ധിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുവാനും ഈ അധ്യായം അവസാനിക്കുന്നത് വരെ ഇതിൻ്റെ കൂടെ നിൽക്കുവാനും അത് നമുക്ക് പ്രേരണയായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, വസിയ്യത്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആനിലെ കഥകളാണ് ഏറ്റവും നല്ല കഥകൾ. അതേ ഹദീസിലുണ്ട്, ഞങ്ങൾക്ക് ചില ഹദീസുകൾ വർത്തമാനങ്ങൾ പറഞ്ഞു തരൂ, സ്വഹീഹാണ്. അത് പറഞ്ഞപ്പോഴാണ് ഏതായത്തിറങ്ങുന്നത്? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹാ. ഹദീസുകളിൽ ഏറ്റവും നല്ല ഹദീസ് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതാണ് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത്, ഫഇന്ന അഹ്സനൽ ഹദീസി കിതാബുല്ലാഹ്. ഹദീസുകളിൽ ഏറ്റവും നല്ലത് അല്ലാഹുവിൻ്റെ കിതാബാണ്. പിന്നീട് ഒരിക്കൽ അവർ പറഞ്ഞു, ഇതിൻ്റെ സനദും ജയ്യിദാണ്. അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്കൊരു ദിക്ർ, ഒരു ഉത്ബോധനം തന്നാലും. അപ്പോഴാണ് സൂറത്തുൽ ഹദീദിൽ ആയത്തിറങ്ങുന്നത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിൻ്റെ ദിക്ർ, ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർഗദർശനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. അതിനപ്പുറത്ത് വേറൊന്നും അന്വേഷിക്കണ്ട. നിങ്ങൾ ചരിത്രമാണോ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലെ ചരിത്രമാണ് ഏറ്റവും നല്ല ചരിത്രം. നിങ്ങൾ കഥകളാണോ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലെ കഥകളാണ് ഏറ്റവും നല്ല കഥകൾ. നിങ്ങൾ ധാർമ്മികതയാണോ ഉദ്ദേശിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൻ്റെ ധാർമ്മികതയാണ് ഏറ്റവും നല്ല ധാർമ്മികത. നിങ്ങൾ വിശ്വാസരംഗത്ത് വഴി കാണിക്കപ്പെടണമെന്നാണോ ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ ഖുർആനാണ് വിശ്വാസം എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ. പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒന്നും വിട്ടുപോയിട്ടില്ല പരിശുദ്ധ ഖുർആനിൽ, എല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് വിജയിക്കാം. പരിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളൊരു ഗ്രന്ഥമാണ്. ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു, ഈ ഗ്രന്ഥത്തിൻ്റെ വിദ്യാർത്ഥികളായി മരിക്കുന്നത് വരെ ജീവിക്കുക. മരിക്കുന്നത് വരെ ഈ ഗ്രന്ഥത്തിൻ്റെ വിദ്യാർത്ഥികളായിരിക്കണം. ഒരു കാരണവശാലും ഖുർആനിൻ്റെ പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഓരോ അധ്യായങ്ങൾ പഠിക്കുന്തോറും, ഓരോ ആയത്തുകൾ പഠിക്കുന്തോറും അത് വലിയ ബറക്കത്തായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം.